ഏറ്റവും ഒടുവിൽ മേഡെ വിളിക്കുന്നതിന് തൊട്ട് മുൻപ് പോലും അവിടെ ഒന്നുകൂടി പുള്ള് ചെയ്തിട്ടുണ്ട് പൈലറ്റ് ഈ വിമാനത്തെ മുകളിലേക്ക് എന്നത് നമുക്ക് ദൃശ്യങ്ങളിലും കാണാം. അതിൻ്റെ മുൻഭാഗം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതിൻ്റെ സൂചനയാണ്. പക്ഷേ അത് താഴേക്ക് വീണ്ടും വരുന്നു. അവിടെ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് അത് തകർന്നു വീഴുകയും ചെയ്യുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അച്യുതൻ, ഈ സംഭവ സ്ഥലത്തേക്ക് 24 സംഘം അല്പസമയത്തിനകം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ നിന്നും നമുക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യും. എങ്കിലും പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഇത്രയും വലിയൊരു ദുരന്തത്തിന് ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലാണ് മേഡെ വിളിക്കുന്നത് പൈലറ്റ്. അത് കൺട്രോൾ സെന്ററിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. അതായത് അത്രമാത്രം വലിയൊരു അത്യാഹിതം സംഭവിക്കാൻ പോകുമ്പോഴാണ് മേഡെ വിളിക്കാറുള്ളത് പൈലറ്റുമാർ. അങ്ങനെ അത് സംഭവിച്ചത് ഏറ്റവും ഒടുവിലാണ്. അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് ഒരു ടേക്ക് ഓഫിന് വിഘാതമായി നിന്നത് എഞ്ചിനിലെ തകരാറാണ്. എഞ്ചിന് കരുത്തില്ലാതെ പോയി. അതിന് കാരണം എന്താണ് എന്നൊക്കെയാണ് ഇനി സ്വാഭാവികമായിട്ടും അന്വേഷിക്കേണ്ടത്. പ്രാഥമികമായി എന്താണ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിമാനം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിക്കാൻ അതിനിടയായ കാരണങ്ങളായി ഈ സാങ്കേതിക തകരാർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥയായിരുന്നാൽ കൂടിയും ഈ വിമാനത്തിന്, അതായത് മറ്റ് സാധ്യതകൾ കൂടി തേടാൻ കഴിയുമായിരുന്നു. ഈ അടിയന്തര ലാൻഡിംഗ് പോലുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ATCക്ക് മെസ്സേജ് കൈമാറുന്ന അടുത്ത നിമിഷം തന്നെ എയർപോർട്ടിനുള്ളിൽ ഇതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര ലാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, അത് ഫയർ എഞ്ചിനുകളടക്കം അവിടേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും അത്തരം സാഹചര്യങ്ങൾ എയർപോർട്ട് അതോറിറ്റികൾ സ്വീകരിക്കുക. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ATCയെ അറിയിച്ച അടുത്ത നിമിഷം വിമാനം നിലത്ത് ഇടിച്ച് കെട്ടിടത്തിലേക്ക് ഇടിച്ച് ഇറങ്ങുകയായിരുന്നു എന്നതാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട പുറത്തുവരുന്ന വിവരം. ATCക്ക് ഈ അപായ സൂചന നൽകി തൊട്ടടുത്ത നിമിഷമാണ് വിമാനം അപകടത്തിൽപ്പെടുന്നത്. 1:38 ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. തൊട്ടടുത്ത നിമിഷം തന്നെ ATCക്ക് ആ സന്ദേശം കൈമാറുന്നുണ്ട്. ഈ അപായ സൂചന സംബന്ധിച്ചുള്ള സന്ദേശം ATCക്ക് കൈമാറുന്നുണ്ട്. പക്ഷേ ATC അതിന് മറുപടി തേടുന്നതിന് മുൻപ് തന്നെ വിമാനവുമായുള്ള ബന്ധം ATCക്ക് നഷ്ടമാകുന്നു. തുടർന്ന് വിമാനം ഈ ഇടിച്ചിറങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് പോയത്. കാരണം ഈ വിമാനത്തിന് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിമാനത്തിന് ഈ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ആ ഉയരം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായും എഞ്ചിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം നേരിട്ടിരുന്നോ ഈ വിമാനം എന്നത് സംബന്ധിച്ചാണ് ആ ചോദ്യങ്ങൾ നിലനിൽക്കുന്നത്. ആ വിമാനത്തിന് കൈവരിക്കേണ്ട ഉയരത്തിലേക്ക് പറന്നു പൊങ്ങാൻ കഴിഞ്ഞില്ല. 625 അടി മാത്രമായിരുന്നു. അതായത് കേവലം 190 മീറ്റർ അതിനുള്ളിൽ മാത്രമായിരുന്നു വിമാനത്തിന് ഉയരാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാവുന്നതിനൊരു പ്രധാന കാരണമായി അത് മാറിയത്. ഒപ്പം പ്രദേശം എന്ന് പറയുന്നത് കൂടുതൽ വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് വിമാനം ഇടിച്ചിറക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ജനവാസ മേഖലയിൽ നിന്ന് അപകടം ഒഴിവാക്കുന്നതിലേക്കോ പൈലറ്റിനൊരു സാവകാശം ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് ഈ വലിയ ദുരന്തത്തിന് ഇടയാക്കാനുണ്ടായ മറ്റൊരു സാഹചര്യം.